ഞങ്ങളുടെ പ്രിയ ആദിവാസി സുഹൃത്തുക്കൾ രാമുവും രാജുവും കൂടി ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ ഇന്ന് ഞങ്ങൾക്കൊപ്പം കൂടുകയാണെങ്കിൽ കരിഞ്ഞണ്ടിനെ പിടിച്ച് കറി വെച്ച് ഉച്ചഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്നവർ നിർബന്ധിച്ചു. അങ്ങനെ ഞങ്ങളും കരിഞ്ഞണ്ടിനെ പിടിക്കാൻ അവരോടൊപ്പം കൂടി. അവർ പുഴയരികിൽ താമസിക്കുന്നതുകൊണ്ട് സ്ഥിരമായി കരിഞ്ഞണ്ടിനെയും പുഴയിലെ മത്സ്യങ്ങളെയൊക്കെ പിടിച്ചാണ് ഭക്ഷണത്തിന് ഉപയോഗിക്കാറുള്ളത്. ഒരു ചെറിയ മുളങ്കമ്പിൽ പരലിനെയോ കോഴിയുടെ കുടലോ അറ്റത്ത് കെട്ടിയാണ് ഇതിനെ പിടിക്കുന്നത്. പാറയിടുക്കുകളിലും കരിഞ്ഞണ്ടുകളുള്ള സ്ഥലങ്ങളുമൊക്കെ ഇവർക്ക് നന്നായി അറിയാം. വെള്ളം വറ്റുമ്പോഴാണ് ഇത് ധാരാളമായി കിട്ടുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ ഈ പുഴയിൽ കരിഞ്ഞണ്ടിനെ പിടിക്കാൻ വരാറുണ്ട്. റിസോർട്ടുകളിൽ നിന്നുമൊക്കെ കരിഞ്ഞണ്ടിനെ പിടിച്ചു കൊടുക്കുന്നതിനൊക്കെ ഇവരെ ഏർപ്പാട് ചെയ്യാറുണ്ട്. ഇത് കുരുമുളകും പച്ചമുളകും മഞ്ഞളും ഇഞ്ചിയൊക്കെ ചേർത്ത് സൂപ്പാക്കി ചുമയ്ക്കൊക്കെ ഉപയോഗിക്കാറുണ്ടെന്നാണ് ഇവർ പറയാറുള്ളത്. ഞങ്ങൾക്ക് ഒരു കവർ നിറയെ കരിഞ്ഞണ്ടിനെ കിട്ടി. ഞണ്ടിനെയൊക്കെ കറി വെച്ച് കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്നും പോയത്. രാമുവും രാജുവും കരിഞ്ഞണ്ടിനെ പിടിക്കുന്നതിന് വളരെ വിദഗ്ധരാണ്. കരിഞ്ഞണ്ട് ഉള്ള സ്ഥലങ്ങളൊക്കെ കൃത്യമായി അവർക്കറിയാം. കരിഞ്ഞണ്ട് പിടിച്ച് രാമു പാറയിടുക്കുകളിലും വെള്ളം ഇത് കെട്ടി നിൽക്കുന്ന ചില സ്ഥലങ്ങളിലുമൊക്കെ ഇത് ധാരാളമായി കിട്ടും. വെള്ളം വറ്റുമ്പോഴാണ് ഇതിൻ്റെ സീസൺ. പുഴയിൽ വെള്ളം വറ്റുമ്പോൾ മീനും കരിഞ്ഞണ്ടുമൊക്കെ ധാരാളം കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. ഇത് കണ്ടോ, ഇതാ ടെക്നിക്ക്. ചില സ്ഥലങ്ങളിലൊക്കെ ഇതിന് വലിയ ഡിമാൻഡാണ്. ദൂര സ്ഥലത്ത് നിന്ന് പോലും ചില റിസോർട്ടുകാർ കരിഞ്ഞണ്ടിനെ പിടിച്ചു കൊടുക്കുന്നത് രാമുവിനെയും രാജുവിനെയൊക്കെ ഒന്ന് കാണാറുണ്ട്. അവർ പിടിച്ചു കൊടുക്കുന്ന കരിഞ്ഞണ്ടിന് നല്ല വില കിട്ടാറുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇവന് ഞങ്ങൾ ഫ്രൈ ചെയ്തടിക്കും. ഈ ഒരു കവർ നിറച്ച് കരിഞ്ഞണ്ടിനെ കിട്ടി ഞങ്ങൾക്ക്. ഒരു മണിക്കൂർ 1.5 മണിക്കൂർ അവരോടൊപ്പം ചിലവഴിച്ചപ്പോൾ ഉച്ചഭക്ഷണത്തിനുള്ള ഒരു കവർ നിറയെ കരിഞ്ഞണ്ടിനെ പിടിച്ചിട്ടാണ് ഞങ്ങൾ അവരോടൊപ്പം പോയത്. അവർ ഈ കരിഞ്ഞണ്ടിനെയൊക്കെ വൃത്തിയാക്കി ഞങ്ങൾക്ക് ഉച്ചഭക്ഷണം റെഡിയാക്കി. വളരെ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് ഈ കരിഞ്ഞണ്ടിനുള്ളത്. ഇത് ഈ പുഴ ഒഴുകി വരുന്നത് പാറക്കെട്ടുകളുടെയും ഔഷധ സസ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെയൊക്കെ ഇടയിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു പുഴയാണ്. മഴക്കാലത്ത് ഈ പുഴ നിറഞ്ഞൊഴുകുകയും എപ്പോഴും ധാരാളം വെള്ളമൊക്കെ ധാരാളം പാറക്കൂട്ടങ്ങളും ചെറിയ പാറകളും ഒക്കെ ഉള്ളതുകൊണ്ട് ഞണ്ടിന് വളരുന്നതിനുള്ള സൗകര്യങ്ങൾ വളരെ കൂടുതലാണ്. ധാരാളം മീനും ഒക്കെ ഉള്ള വലിയ ഒരു പുഴയാണ് ഇത്.